ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഏപ്രിൽ 14 ഞായറാഴ്ച ദിവസം ഷഷ്ടിയാണ്, സ്കന്ദഷഷ്ടി. ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ ഷഷ്ടിയാണ്. അതുകൊണ്ട് തന്നെ വ്രതമെടുക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് വ്രതമെടുക്കേണ്ടത് എന്നുള്ളത്. അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല, കാരണം പല വീഡിയോകളിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ചിട്ട് വ്രതം എടുക്കുക. എടുക്കുന്നവരെല്ലാവരും, അല്ലാത്തവർ, വ്രതം എടുക്കാത്തവരുടെ കാര്യമാണ് പറയുന്നത്. വ്രതം എടുക്കാത്തവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. ഇനി അതിന് പറ്റുന്നില്ല എങ്കിൽ രാവിലെയും വൈകുന്നേരവും വിളക്ക് കത്തിച്ച് ഓം ഷൺമുഖായ നമ, അല്ലെങ്കിൽ ഓം അറുമുഖായ നമ, ഓം വേലായുധ സ്വാമിയെ നമ, ഓം സ്കന്ധായ നമ, ഓം ശരവണഭവായ നമ, ഇവയിൽ ഏതെങ്കിലുമൊക്കെ നാമങ്ങൾ 108 തവണ രാവിലെയും വൈകുന്നേരവും ജപിക്കുക. ഓം കാർത്തികേയ നമ എന്ന് ജപിക്കുക. ഷഷ്ടിയാണ്, വലിയ ഫലസിദ്ധിയാണ്. നമ്മൾ വിചാരിക്കുന്ന ഫലമല്ല ഷഷ്ടിവ്രതം എടുക്കുമ്പോൾ കിട്ടുന്നത്. ഷഷ്ടിവ്രതം സ്ഥിരമായി എടുക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം, വലിയ ഫലസിദ്ധിയാണ്, അത്ഭുതമാണ് അതിൻ്റെ ഫലസിദ്ധി എന്ന് പറയുന്നത്. അതുകൊണ്ട് വ്രതം എടുക്കാൻ സാധിക്കാത്ത എല്ലാവരും തന്നെ പ്രാർത്ഥിക്കുക. വ്രതം എടുക്കുന്നവർ മുടക്കാതെ വ്രതമെടുത്ത് പ്രാർത്ഥിക്കുക. അവർക്കറിയാം, അവരോട് പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല, കാരണം നമ്മൾ പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനത്തിന് പോകുന്നവർ ഭഗവാന് നാരങ്ങാമാല സമർപ്പിക്കാം, അഭിഷേകത്തിന് കൊടുക്കുന്നെങ്കിൽ കൊടുക്കാം, അല്ലേ? ഒരുപാട് അഭിഷേകങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാം. പഞ്ചാമൃതാഭിഷേകം ചെയ്യാം, വഴിപാടുകളൊക്കെ നമുക്ക് സമർപ്പിക്കാം. ഇതൊന്നുമില്ലെങ്കിൽ 1 രൂപ നാണയം കാണിക്കയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കാം. അതാണ് നമ്മുടെ യഥാശക്തി. ഭഗവാൻ അത് സ്വീകരിച്ചുകൊള്ളും. നമുക്ക് പല പല പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അപ്പോൾ നമ്മളെപ്പോഴും വിചാരിക്കും, ഭഗവാൻ എന്തൊരു വിധിയാണിത്, എത്ര കാലമായി ഞാനിങ്ങനെ കഷ്ടപ്പെടുന്നു, ഈ ഒരു ദുരിതത്തിന് എനിക്ക് ഒരാശ്വാസവും കിട്ടുന്നില്ലല്ലോ, ജനിച്ചന്ന് മുതൽ ഞാനിങ്ങനെ ദുരിതത്തിലാണല്ലോ, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. എന്ത് കാര്യം ചെയ്താലും ഒരു മേൽഗതി ഉണ്ടാകില്ല. സന്താനങ്ങൾക്കൊന്നും നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നും അവർക്കും ഒന്നും ഒരു മേൽഗതി ഉണ്ടാകുന്നില്ല. കുടുംബത്തിലൊരു സ്വൈര്യക്കേട്, ആകെ അസ്വസ്ഥത, ബുദ്ധിമുട്ട്, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരാളാണ് ഭഗവാൻ വേലായുധ സ്വാമി. അദ്ദേഹത്തെ ആശ്രയിച്ചോളൂ, അദ്ദേഹത്തെ പ്രാർത്ഥിച്ചോളൂ, സകല ദോഷങ്ങളും ഭഗവാൻ മാറ്റിത്തരും. കാരണം നമ്മുടെ തലയിലെടുത്താണ് നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നതെന്ന് നമ്മളെപ്പോഴും പറയും. നമ്മുടെ മുൻജന്മ ദോഷമാണ്, എൻ്റെ വിധിയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് നമ്മളിതെല്ലാം സഹിക്കുന്നത്. ഇതെല്ലാം മാറ്റുന്നതിന് കഴിവുള്ള ആളാണ് ഭഗവാൻ വേലായുധ സ്വാമി. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള നമ്മുടെ മുൻജന്മ ദോഷങ്ങൾ, നമ്മുടെ കർമ്മഫലങ്ങൾ, നമ്മുടെ തലയിലെടുത്ത് നമ്മുടെ ദോഷങ്ങൾ, ഇതെല്ലാം മാറ്റി നമുക്കൊരു ഐശ്വര്യം ഉണ്ടാക്കി തരുന്നതിന് ധൈര്യപൂർവ്വം നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു ഭഗവാനാണ് ഭഗവാൻ വേലായുധ സ്വാമി. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഒഴിഞ്ഞു കഴിയുമ്പം നമുക്ക് പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു വിജയമുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഷഷ്ടിവ്രതം എടുത്ത് പ്രാർത്ഥിക്കുന്നത് നമ്മൾ സാധാരണ പറയും സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാക്കുന്നതിനാണെന്ന്. പക്ഷേ അതുമാത്രമല്ല, നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഷഷ്ടിവ്രതം എടുക്കുന്നത് വലിയ വിശേഷമാണ്. വ്രതമെടുക്കാൻ പറ്റാത്തവരെല്ലാവരും തന്നെ ഷഷ്ടി ദിവസം ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക, ക്ഷേത്രദർശനം നടത്തുക, സ്കന്ദഷഷ്ടി കവചം ജപിക്കുക, കേൾക്കുക, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അന്നത്തെ ദിവസം ഭഗവാനെ ഓർത്ത് പ്രാർത്ഥിച്ചാൽ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും നമുക്കുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 100% ഉറപ്പാണ്. ഭഗവാനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോളൂ, എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാൻ നമുക്ക് പ്രദാനം ചെയ്യും. ഹരേ കൃഷ്ണ.